കേട്ടോ. എന്നിട്ട് ഞങ്ങളോട് മാപ്പ് പറയാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓരോരുത്തരും മാപ്പ് പറയും മുജാഹിദുകളോട്. ഈ ആദർശ കൂട്ടായ്മയുടെ മുന്നിൽ നിങ്ങൾ മാപ്പ് പറയേണ്ടി വരും. ഞങ്ങൾക്ക് മാപ്പ് പറയേണ്ടി വരില്ല. കാരണം ഞങ്ങൾ അന്ന് പറഞ്ഞെടുത്ത് തന്നെ ഇന്നും ഞങ്ങൾ അന്നും പറഞ്ഞു സിഹർ ഉള്ളതാണ്, അത് ഫലിക്കുന്നതാണ്, അതിൽ നിന്ന് രക്ഷ തേടാൻ റബ്ബിനോട് ദുആ ചെയ്യണമെന്ന് അന്ന് പറഞ്ഞു. ഇന്നും ഞങ്ങൾ അത് പറയുന്നു. അതിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അത് ഒറ്റപ്പെട്ട ശബ്ദമായിട്ട് അവിടെ നിലനിൽക്കുമെന്നല്ലാതെ അത് ഇസ്ലാമുമായിട്ട് അതിന് ബന്ധമില്ല. ഞങ്ങൾ അന്ന് പറയുന്നു ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി അത് അംഗീകരിക്കേണ്ടതാണ്. അതിലുള്ള ഹദീസുകൾ സഹീഹാണ്. അത് സ്വഹീഹല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ, ഈ ബുഖാരിയുടെ ഉപ്പ പറഞ്ഞാലും അവന്റെ ബാപ്പ പറഞ്ഞാലും ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞവനെ കുറിച്ച് അയാൾക്ക് പുറത്തു പോകാമെന്നല്ലാതെ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് ഔട്ടാകുമെന്നല്ലാതെ വേറൊന്നും നമുക്ക് പറയാനില്ല. ബുഖാരി തോട്ടിലേക്ക് എറിയാൻ ഒരാൾ പറഞ്ഞാൽ അയാളെ തോട്ടിലെറിയണമെന്ന് പറയാനുള്ള ആർജവം മുജാഹിദുകൾക്ക് ഇന്നും ഉണ്ടായിട്ടുണ്ട്, മാറ്റമുണ്ടായിട്ടില്ല. അൽ ഐനു ഹഖ്ഖുൽ എന്ന ഹദീസ് സ്വഹീഹാണെന്ന് വിശ്വസിക്കുകയും അതിന് അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചികിത്സ പറഞ്ഞുവോ ആ ചികിത്സയാണ് ചെയ്യേണ്ടത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ച പോലെ കെ.എം. മൗലവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫതാവയിൽ രേഖപ്പെടുത്തിയതുപോലെ ഓരോ വിഷയത്തിനും കൃത്യമായ സമീപനം അന്ന് പറഞ്ഞിടത്ത് തന്നെ മുജാഹിദുകൾ ഇന്നും അതിൽ നിന്നൊരു മാറ്റവും ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഞങ്ങൾക്ക് മാപ്പ് പറയേണ്ട ഗതികേട് വന്നിട്ടില്ല. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ അറിയണം. ഇനി നമ്മളെ നൗഷാദിന്റെ ഒരു പൂതി കൂടിയുണ്ട്. എന്താ നൗഷാദിന്റെ പൂതി കേട്ടോ? കോഴിക്കോട്ട് നിന്ന് തുടങ്ങിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും SYSന്റെ ക്യാമ്പയിനോടനുബന്ധിച്ച് എല്ലാ പ്രദേശങ്ങളിലും ഇൻഷാ അല്ലാഹ് ഓരോ പഞ്ചായത്തിലും വഹാബിസത്തിന്റെ ഈ ആദർശ പാപ്പരത്വം വിശദീകരിച്ചുകൊണ്ട് SYSന്റെ നേതൃത്വത്തിൽ സമ്മേളനങ്ങൾ നടക്കാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. അതോടുകൂടി ഈമാനുള്ള ഒരാളും ഇനി നമ്മൾ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് ഒരാളും വഹാബി ഉണ്ടാവില്ല. വഹാബിസം ഉണ്ടാവൂല. എപ്പോ ഇവര് കോഴിക്കോട് നിന്ന് സമ്മേളനം തുടങ്ങി അങ്ങ് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോ അല്ലെങ്കിൽ കാസർഗോഡ് അടക്കം എല്ലായിടത്തേക്കും എത്തുമ്പോൾ മുജാഹിദ് ഉണ്ടാവൂല. നല്ല പൂതിയാണ്. നിങ്ങളൊന്ന് പോയി നോക്കി ഇൻഷാ അല്ലാഹ്. നിങ്ങൾ പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഗുണമേ ഉള്ളൂ. കാരണം നിങ്ങളുടെ പിന്നാലെ തന്നെ ഞങ്ങളുണ്ട്. നിങ്ങളെ മുമ്പ് കേരള യാത്ര നടത്തിയപ്പോ നമ്മളെ നേരത്തെ പറഞ്ഞ സഖാഫി ഉണ്ടല്ലോ, ആ സഖാഫി അദ്ദേഹം പറഞ്ഞിരുന്നു കാന്തപുരത്തിന്റെ കേരള യാത്രക്ക് പിന്നാലെ ഒരു അവകാശ യാത്ര കൂടി മൂപ്പര് നടത്തുന്നു. പക്ഷെ മൂപ്പർക്ക് നടത്താൻ കഴിഞ്ഞില്ല. ഇത് SKSSFന്റെ ആളുകൾ പറയുന്ന വർത്താനല്ലോ, മുജാഹിദിന്റെ ചുണക്കുട്ടികൾ പറയുന്ന വർത്തമാനമാണ്. നിങ്ങൾ പോകുന്ന ഏത് പഞ്ചായത്തിലായാലും ഏത് വാർഡിലായാലും അതിന്റെ പിന്നിൽ ഞങ്ങളും ഉണ്ടാകും കേട്ടോ. നിങ്ങളുടെ വാദങ്ങൾ കക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് നിങ്ങൾ എത്ര തകർക്കാൻ ശ്രമിച്ചാലും നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്ന കൃത്യമായ തെളിവുകളുമായി ഞങ്ങൾ പിന്നാലെ ഉണ്ടാകും. നമുക്കൊന്ന് നോക്കാം. നിങ്ങളൊന്ന് വന്നോളീൻ, നിങ്ങൾ നടക്കി, ഞങ്ങൾ നടക്കട്ടെ പിന്നാലെ. നിങ്ങളെ പിന്നാലെ നടന്ന് ഞങ്ങൾ നോക്കട്ടെ. നിങ്ങൾ ശ്രമിച്ചോളൂ, ഞങ്ങൾ പിന്നാലെ തന്നെയുണ്ട്. ഒരു അണുവളവ് പിന്നോട്ടില്ല മുജാഹിദ് കേരളം. പഠിച്ചോളൂ നിങ്ങൾ. ഇനിയോ നമ്മളെ പത്തപ്പെരിയം മൂപ്പർക്ക് പത്തപ്പെരിയത്തിന് ബ്ലീച്ചിങ് പൗഡറും കൂടി കൊണ്ടുവരുന്ന മൂപ്പര് പറയണത്. മൂപ്പർക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, വേറെ ചില ആളുകളെ കൂടെ കൂട്ടും അത്രേ. നമ്മളെ പിന്നാലെ അവരെ വിടും, അത് കഴിഞ്ഞിട്ട് ഇവര് വരും അത്രേ. കേട്ടോ മൂപ്പര് പറയുന്നത്. വിശദീകരിക്കാൻ മടവൂന്റെ ആൾക്കാർ വരുന്നുണ്ട്. അതിന്റെ ഒക്കെ വേക്കിൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ഞങ്ങളും വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതാണ് നമ്മള് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചത്. നിങ്ങളെ 3-4 കൂട്ടരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 3-4 പൂട്ടുക, 4-5 ചാനൽ പൂട്ടട്ടെ. എന്നിട്ട് അതിന്റെ ശേഷം നാറും കെട്ടിയിട്ട് ഞങ്ങളും വെക്കുക. എന്നിട്ട് നോക്കുമ്പോൾ ജനങ്ങൾ പഠിക്കട്ടെ തൗഹീദ്. അതെ, പഠിക്കട്ടെ തൗഹീദ്. ഞങ്ങൾ കണ്ടതാണല്ലോ നാദാപുരത്ത് ഈ ഏറ്റവും അടുത്ത ദിവസവും ഞങ്ങൾ കണ്ടതാണ്. ബഹുമാനപ്പെട്ട ഹുസൈൻ സലഫിയുടെ നാദാപുരം ഖണ്ഡനം സ്റ്റാർട്ട് ചെയ്യുമ്പോ ഞങ്ങൾക്ക് അവിടെ ഒരു കോളേജ് ഇല്ല. പക്ഷെ ഇന്നോ അൽഹംദുലില്ലാഹ് ധാരാളം മുജാഹിദുകളായി. 4 ചാലല്ല, ഒരു 9 ചാലങ്ങ് പോയിക്കോട്ടെ. ഞങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ എത്ര പൂട്ടുന്നുവോ ഒരു പടി കൂടി മുന്നോട്ടല്ലാതെ പിന്നോട്ട് മുജാഹിദുകൾ ഉണ്ടാവുകയില്ല. പിന്നെ മൂപ്പരൊരു കൂട്ടരെ കുറിച്ച് പറഞ്ഞു. ഞങ്ങളുടെ നാട്ടില് ഈ ചെറുപ്പത്തിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു,
പാമ്പിനെ ഇങ്ങനെ അടിച്ചിട്ട് കഴിഞ്ഞാൽ പാമ്പ് അതിങ്ങനെ ചാകാൻ പോവാണ്. അപ്പൊ അതിന്റെ വാലുമ്മൽ മാത്രം ഇങ്ങനെ അനക്കുണ്ടാവുള്ളൂ, വാലിൽ മാത്രം ഇങ്ങനെ അനക്കുണ്ടാവും. അപ്പൊ ഞങ്ങൾ ചെറുപ്പത്തിൽ വിശ്വസിച്ചിരുന്നത് ആ വാലിൽ ജീവനാത്രേ. അപ്പൊ എന്ത് ചെയ്യണം, അതിന്റെ പുറത്ത് ഇങ്ങനെ തടയി കൊടുത്താ ആ പാമ്പ് മൊത്തത്തിൽ ജീവൻ വെച്ച് ചാടും അത്രേ എന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പൊ ചിലപ്പോ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. നമ്മളെ നാട്ടിലൊരു പ്രസ്ഥാനം ഇങ്ങനെ പാമ്പ് എഴയണ പോലെ എഴയാൻ ശ്രമിച്ചു മുജാഹിദുകൾക്കിടയിലേക്ക് അതിന്റെ തലയും നടുവും അടിച്ചു തകർത്തു. ഞങ്ങൾ മുജാഹിദുകൾ കേരളത്തിൽ അടിച്ചു തകർത്തിട്ടോ അവസാനം അതിന്റെ വാലില് മാത്രം അനക്കം. അപ്പോഴതാ ആരൊക്കെയോ പോയി അതിനെ ഒന്ന് തലോടിക്കൊടുത്തു. ഇപ്പൊ ആ വാലിന്റെ ജീവൻ മേലേക്ക് വന്നു. അതിങ്ങനെ ഒന്ന് പടക്കാൻ ശ്രമിക്കുന്നു. ഇല്ല, അടുത്ത അടി നിങ്ങളുടെ തലമണ്ടക്ക് തന്നെ, നിങ്ങളുടെ നടുവിന് തന്നെ. ഒരാളെയും ജീവിക്കാൻ, ഒരാളെയും ഞങ്ങളുടെ മേലെ ചവിട്ടിക്കേറാൻ മുജാഹിദ് കേരളം അനുവദിക്കുകയില്ല. നിങ്ങൾ പറഞ്ഞാൽ അക്കമിട്ട് മറുപടി ഞങ്ങൾ നിങ്ങൾക്കും തരും കേട്ടോ. നിങ്ങൾ കൊണ്ടുപോവാ, മടവൂരികളെയോ ഇനി വേറെ ഏതെങ്കിലും ഊരി ഉണ്ടെങ്കിൽ ഓരെയോ ആരെ വേണമെങ്കിലും കൊണ്ടുവന്നോളി. നിങ്ങളെ ഭാഷയെ പറഞ്ഞ ശൈത്താന്മാരെയും കൂട്ടത്തിൽ വിളിച്ചോളി. ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. കാരണം ഞങ്ങളെ കയ്യിൽ ഇതിനെയൊക്കെ ചികിത്സിക്കാനുള്ള റുഖിയ ശർഇയ്യ ഞങ്ങളുടെ കയ്യിലുണ്ട്. കൃത്യമായ ചികിത്സ ഞങ്ങളങ്ങ് തരും. ഓരോന്നിനും കൃത്യമായ ചികിത്സയുള്ളത്. സിഹർ കൂടിയവനുള്ള ചികിത്സയുണ്ട്, ജിന്ന് കൂടിയവന് ചികിത്സയുണ്ട്. ഓരോരുത്തർക്കും ആവശ്യമായ ചികിത്സയുണ്ട്. അനാവശ്യമായ നുണ പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് അതിന് പറ്റിയ ചികിത്സ വേറെയുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ആവശ്യമായ ചികിത്സകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് മുജാഹിദ് പ്രസ്ഥാനമാ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഓരോ ആദർശങ്ങളെയും അക്കമിട്ട് നെഞ്ചിലേറ്റിയ ഈ ആദർശ കൂട്ടായ്മയാ പറയുന്നത്. നിങ്ങൾ ആരെ കൊണ്ടുവന്നാലും അതിന്റെയൊക്കെ പിന്നാലെ ഞങ്ങളുണ്ട്. തകർത്തു തരിപ്പണമാക്കുക തന്നെ ചെയ്യും ഞങ്ങൾ. അതിൽ ഞങ്ങൾ പിന്നോട്ടില്ല. അവസാനം ഞങ്ങൾ ബ്ലീച്ചിങ് പൗഡർ ഞങ്ങളെ കയ്യിലായി മാറും. നിങ്ങളൊക്കെ വന്നിട്ട് പോയി അവസാനം നിങ്ങൾ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കഴുകിയിട്ട് പോകുമ്പോ ആ ശുദ്ധമായ സ്ഥലത്ത് കയറി നിന്നിട്ട് ഞങ്ങൾ തൗഹീദ് പറഞ്ഞിട്ട് നിങ്ങൾ പോയ വഴി ഞങ്ങളൊന്ന് ക്ലീൻ ചെയ്യും. അവസാനം അതാ നടക്കാൻ പോണത്. നമുക്കൊന്ന് പൂട്ടി നോക്കാൻ, ചാല് 4, 5, 10 എത്രയാ പൂട്ടി നോക്കാം ഇൻഷാ അല്ലാഹ്. അതിനെ പറ്റി ആൺകുട്ടികൾ ഇവിടെ ഉണ്ട്. സംവാദമാണോ അതല്ല ഖണ്ഡനമാണോ? റെഡിയാണ് ഞങ്ങൾ. ആ വിഷയത്തിൽ ഞങ്ങൾക്ക് തർക്കവുമില്ല, ഞങ്ങൾക്ക് ആ വിഷയത്തിൽ ഭയവുമില്ല എന്ന കാര്യം ഉണർത്തുകയാണ്. ഇനി ഞാൻ പറയട്ടെ, നിങ്ങളൊക്കെ എത്രയൊക്കെ ചാടിക്കളിച്ചിട്ട് എന്താണ് മുസ്ലിയാക്കന്മാരെ കാര്യം? ആളുകൾ മുജാഹിദിലേക്ക് തന്നെ പോരുള്ളൂ. കാരണം ഏതായാലും അപ്പുറത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. ആളുകൾ ഇങ്ങോട്ട് തന്നെ പോരും. അത് നമ്മളെ അലവി സക്കാഫി എന്ന് പറഞ്ഞോട്ടെ. കാരണന്മാർ പറയും മൂല്യർ നിങ്ങൾ എത്ര പറഞ്ഞിട്ട് എന്താ, ആൾക്കാർ മുജാഹിദക്ക് പോവാണ് എന്ന്. കാരണന്മാർ പറയും മൂല്യർ നിങ്ങൾ എത്ര പറഞ്ഞിട്ട് എന്താ, ആൾക്കാർ മുജാഹിദക്ക് പോവാണ് എന്ന്. കാരണന്മാർ പറയും മൂല്യർ നിങ്ങൾ എത്ര പറഞ്ഞിട്ട് എന്താ, ആൾക്കാർ മുജാഹിദക്ക് പോവാണ് എന്ന്. അതേ ആളുകൾ മുജാഹിദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ പോക്കിന് തടസ്സം നിർത്താൻ വേണ്ടിയിട്ടല്ലേ ഈ പണികളൊക്കെ എടുക്കുന്നത്. പക്ഷെ അൽഹംദുലില്ലാഹ് അതൊക്കെ ബാത്തിലാണ്. ഇപ്പോഴും ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഇതൊരു ആദർശ കൂട്ടായ്മയാണ്. ഈ ആദർശ കൂട്ടായ്മയെ തകർക്കാൻ യാതൊരു ശക്തിക്കും സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖ്. എൻ്റെ ഉമ്മത്തിൽ ഒരു വിഭാഗമതാ സത്യത്തിൽ അടിയുറച്ച് പ്രത്യക്ഷ ഭവിച്ച് വിജയം വരിച്ചവരായ നിലനിൽക്കുമെന്ന് റസൂലുള്ള പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ കൂട്ടായ്മയിൽ അംഗമാകണം പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ. ഇവിടെ വരുന്ന ഓരോ ബിദ്അത്തുകളെയും ശക്തമായി എതിർക്കാൻ നമുക്ക് ആർജവം ഉണ്ടാവണം. കണ്ടോ നിങ്ങൾ, അടുത്ത സമയത്ത് തന്നെ കടന്നു വരാനിരിക്കുന്നു നബിദിനം. ആ നബിദിനം എന്ന് പറയപ്പെടുന്ന ബിദ്അത്തായ പ്രവർത്തനത്തെ അതാ ഊടും പാവവും നൽകിയിട്ട് വളമിട്ട് വളർത്താൻ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരാശയം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാമത്തെ വയസ്സിൽ നബുവത്ത് കിട്ടിയത് മുതൽ 63-ാമത്തെ വയസ്സിൽ അവിടുന്ന് വഫാത്താകുന്നത് വരെ 23 വർഷക്കാലം പ്രവാചകനായി ജീവിച്ചിരുന്നിട്ട് ഒരിക്കൽ പോലും അവിടുന്ന് നബിദിനം ആഘോഷിച്ചത് സംശയാതീതമായി തെളിയിക്കാൻ ഇന്ന് വരെ മുസ്ലിയാക്കന്മാർക്ക് സാധിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത്, അതിൽ 4 ആളുകളെ ഞാൻ പ്രത്യേകം പറയുകയാണ്.
രണ്ടുപേര് റസൂലുള്ളാന്റെ അമ്മോശന്മാരാണെങ്കിൽ രണ്ടുപേര് റസൂലുള്ളാന്റെ മരുമക്കളാണ്, ഒരാൾ റസൂലുള്ളാന്റെ അനുജനുമാണ്. അങ്ങനെ ഉന്നതന്മാരായ 4 ഖലീഫമാർ ഇസ്ലാമിന്റെ സുന്ദരമായ ഭരണം മദീനയിൽ നടപ്പിൽ വരുത്തിയിട്ട് ആ വർഷങ്ങളിൽ ഒരിക്കൽ പോലും നബിദിനം ആഘോഷിച്ചതായി നമുക്ക് തെളിയിക്കാൻ കഴിയുന്നില്ല. റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് അവരും നടത്തിയതായി തെളിയിക്കാൻ കഴിയണില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര വിഷയങ്ങളെ തലനാരിഴ കീറി ചർച്ച ചെയ്ത മദ്ഹബിന്റെ ഇമാമുമാർ അവർ ഈ വിഷയത്തിൽ നബിദിനവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച തന്നെയില്ല. പരിശോധിക്ക് നിങ്ങൾ, ഇങ്ങനെ നബിദിനവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും മുൻഗാമികൾ കഴിഞ്ഞു പോയിട്ടില്ല. എന്നാൽ പിന്നീട് അതാ ശീഇകളുടെ ഉപവകുപ്പുകളായ ഫാത്തിമിയാക്കൾ അവരുടെ രാജാക്കന്മാരിലൂടെയാണ് ഈ സമ്പ്രദായം തുടക്കം കുറിക്കുന്നത്. അതേ ജൂതന്മാരിൽ നിന്ന് ജന്മദിന സിദ്ധാന്തം കിട്ടിയിട്ട് സൂഫികളും ഷിയാക്കളുമാണ് തുടങ്ങി വെച്ചത്. അതുകൊണ്ട് അത്തരം ആദർശങ്ങളെ കരുതിയിരിക്കണമെന്ന് കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, അല്ലാഹു പഠിപ്പിച്ച ആശയം, ആ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്കാവണം. ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായാലും ഈ ആദർശ കൂട്ടായ്മയിൽ അടിയുറച്ച ഐക്യത്തോടെ നിൽക്കാൻ മുജാഹിദുകളെ നമുക്ക് ആകേണ്ടതുണ്ട്. അതിനെതിരായി വരുന്ന ശബ്ദങ്ങളെ ഒറ്റപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്താൻ ഈ ആദർശ കൂട്ടായ്മയിൽ ശക്തമായി നിലനിന്നുകൊണ്ട് മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ, അതുവരെ ഈ ദഅവ പ്രവർത്തനത്തിൽ അംഗമായി നെറ്റിത്തടം വിയർത്തുകൊണ്ട് തന്നെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക നബിനാ വഇലൈക്കൽ മസീർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.